ബിസിനസ് സ്റ്റഡീസിന്റെ 13ാമത്തെ ചാപ്റ്റർ വിതരണ ശൃംഖലകളാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് എന്താണ് വിതരണ ശൃംഖല. ഓക്കെ, ഇപ്പൊ വിതരണ ശൃംഖല എന്ന് വെച്ചാൽ എന്താന്ന് നോക്കാം. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നീങ്ങുന്നതിനായി ഉപയോഗപ്പെടുത്തുന്ന മാർഗത്തെയാണ് വിതരണ ശൃംഖല എന്ന് പറയുന്നത്. അതായത് ഉൽപ്പന്നങ്ങള് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകരിൽ നിന്ന് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളിലേക്ക് എത്താനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന എല്ലാ മാർഗത്തെയും നമുക്ക് വിതരണ ശൃംഖല എന്ന് പറയാം. ഈ ഒരു വിതരണ ശൃംഖലകള് രണ്ടായിട്ടാണുള്ളത്. ഓക്കെ, രണ്ട് തരം വിതരണ ശൃംഖലകളാണ് ഉള്ളത്. ഒന്ന് പ്രത്യക്ഷ വിതരണ ശൃംഖല, രണ്ടാമത്തത് പരോക്ഷ വിതരണ ശൃംഖല. അതായത് വിതരണ ശൃംഖലയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, പ്രത്യക്ഷ വിതരണ ശൃംഖലയും പരോക്ഷ വിതരണ ശൃംഖലയും. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ എന്താണ് പ്രത്യക്ഷ വിതരണ ശൃംഖല എന്ന് നോക്കാം. ഉൽപാദകർ മധ്യവർത്തികളുടെ സഹായമില്ലാതെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്താറുണ്ട്. ഇതിനെ പ്രത്യക്ഷ വിതരണ ശൃംഖല എന്ന് പറയുന്നു. അതായത് ഇവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകർ നേരിട്ട് തന്നെ അത് ഉപയോഗിക്കുന്ന ഉപഭോക്താവിലേക്ക് എത്തിക്കുക. അപ്പൊ അവരുടെ ഇടയിൽ എന്താണ്, അവരുടെ ഇടയിൽ വേറെ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആ സാധനങ്ങൾ നമുക്ക് തരുന്നത് അത് ഉണ്ടാക്കിയിട്ടുള്ള ഉൽപാദകരാണോ, അത് നിർമ്മിച്ചിട്ടുള്ള ആൾ തന്നെയാണോ നമുക്ക് തരുന്നത്? അല്ല, അല്ലേ. അതിന്റെ ഇടയിൽ കുറെ മധ്യവർത്തികളുണ്ട്. കുറെ അവര് വഴിയാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് അല്ലേ. അതിന്റെ ഇടയിലുള്ള ഇടനിലക്കാർ, അവർ നമുക്ക് മധ്യവർത്തികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഇടനിലക്കാർ അല്ലേ. അവര് വഴിയാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത്. ചില്ലറ കച്ചവടക്കാരൊക്കെയാണ് അവർ. അപ്പോ പ്രത്യക്ഷ വിതരണ ശൃംഖല എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഇടനിലക്കാർ അവിടെ ഉണ്ടാവില്ല. സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉൽപാദകർ നേരിട്ട് തന്നെ അത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് കൊടുക്കുക. അതിനെ പ്രത്യക്ഷ വിതരണ ശൃംഖല എന്ന് പറയാം. അടുത്തത് പരോക്ഷ വിതരണ ശൃംഖലയാണ്. പരോക്ഷ വിതരണ ശൃംഖല എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ഈ ഒരു വിതരണ പ്രക്രിയയിൽ ധാരാളം ഇടനിലക്കാർ ഉണ്ടായിരിക്കും. അതായത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഉൽപാദകരിൽ നിന്ന് സാധനങ്ങൾ മറ്റുള്ളവർ വാങ്ങിച്ചിട്ട് അവർ വഴിയാണ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഒരുപാട് മധ്യവർത്തികൾ അല്ലെങ്കിൽ ഇടനിലക്കാർ ഉണ്ടായിരിക്കും. അത്തരം വിതരണ ശൃംഖലയെയാണ് നമ്മൾ പരോക്ഷ വിതരണ ശൃംഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരോക്ഷ വിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് കച്ചവടക്കാരാണ് മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും. അപ്പൊ ആരൊക്കെയാണ് മൊത്ത കച്ചവടക്കാരെന്ന് നോക്കാം. മൊത്ത കച്ചവടക്കാരെന്നാൽ ഭാരിച്ച അളവിൽ ഉൽപ്പന്നങ്ങളുടെ ഇടപാട് നടത്തുന്ന കച്ചവടക്കാരാണ്. അതായത് ഒരുപാട് വലിയ അളവിൽ വലിയ അളവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്യുന്ന കച്ചവടക്കാരെയാണ് നമ്മൾ മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്നത്. വലിയ അളവിൽ ഉൽപ്പന്നങ്ങൾ ഉൽപാദകരിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതെന്താണ്, ചില്ലറ കച്ചവടക്കാർക്ക് വിൽക്കുക. അപ്പൊ അത്തരം കച്ചവടക്കാരെ നമ്മൾ മൊത്തം കച്ചവടക്കാരെന്നാ പറയാ. മൊത്ത കച്ചവടക്കാർ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് എന്ന് പറയും. മൊത്ത കച്ചവടക്കാർ ഉൽപാദകരിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. മൊത്ത കച്ചവടക്കാർ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി കൂടിയ അളവിൽ വിൽപ്പന നടത്തുന്നു. മൊത്ത കച്ചവടക്കാരൻ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊത്ത കച്ചവടക്കാരന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെ ധർമ്മങ്ങളാണ് മൊത്ത കച്ചവടക്കാരനുള്ളത്? ഒന്ന്, ഉൽപ്പന്നങ്ങളുടെ ശേഖരണം. 2, ഉൽപ്പന്നങ്ങളുടെ സംഭരണം. 3, വിതരണം. 4, ധനസഹായം. 5, നഷ്ടസാധ്യത വഹിക്കൽ. 6, വില നിർണയം. ഇത്രയൊക്കെയാണ് മൊത്ത കച്ചവടക്കാരുടെ ധർമ്മങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ചില്ലറ കച്ചവടക്കാരൻ ആരാന്ന് നോക്കാം. മൊത്ത കച്ചവടക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഉൽപാദകരിൽ നിന്നോ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുന്നവരാണ് ചില്ലറ കച്ചവടക്കാർ. ചില്ലറ കച്ചവടക്കാർ എന്ന് വെച്ചാൽ ഇവരെന്താണ്, ചിലപ്പോൾ മൊത്ത കച്ചവടക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഉൽപാദകരിൽ നിന്നോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് ചെറിയ അളവിലാക്കിയിട്ട് ആർക്ക് കൊടുക്കും? ഉപഭോക്താക്കൾ, സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഉപഭോക്താക്കളാണല്ലേ, കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പൊ അവർക്ക് നൽകുന്ന ആളാണ് ചില്ലറ കച്ചവടക്കാർ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അടുത്തൊക്കെയുള്ള കടകളിലൊക്കെ ഉള്ളത് ചില്ലറ കച്ചവടക്കാരായിരിക്കും. അടുത്തതായിട്ട് ചില്ലറ കച്ചവടക്കാരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക, ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, ധനസഹായം, നഷ്ടസാധ്യത വഹിക്കൽ, സാധനങ്ങൾ പ്രദർശിപ്പിക്കൽ, കമ്പോള വിവരങ്ങൾ നൽകുക. ഇതൊക്കെയാണ് ചില്ലറ കച്ചവടക്കാരുടെ ധർമ്മങ്ങളായിട്ട് വരുന്നത്. ചില്ലറ കച്ചവടക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ചില്ലറ കച്ചവടക്കാർ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധം പുലർത്തുന്നു.
ചില്ലറ കച്ചവടക്കാർ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നത് വീണ്ടും മറ്റുള്ളവർക്ക് വിൽക്കുവാനല്ല, മറിച്ച് ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കുവാനാണ്. ചില്ലറ കച്ചവടക്കാർ കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ചില്ലറ കച്ചവടക്കാരുടെ പ്രത്യേകതകളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തക്കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും ആരാന്ന് മനസ്സിലായല്ലോ. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പം മൊത്തക്കച്ചവടക്കാർ എന്ന് പറയുമ്പം അവര് വൻതോതിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു. എന്നാൽ ചില്ലറ കച്ചവടക്കാരോ കുറഞ്ഞ അളവിലാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. മൊത്തക്കച്ചവടക്കാർ ഉൽപാദകരിൽ നിന്നും നേരിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ചില്ലറ കച്ചവടക്കാർ മൊത്തക്കച്ചവടക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഉൽപാദകരിൽ നിന്നോ സാധനങ്ങൾ വാങ്ങിക്കും. മൊത്തക്കച്ചവടക്കാർ പരിമിത ഇനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഇടപാടാണ് നടത്തുന്നത്. എന്നാൽ ചില്ലറ കച്ചവടക്കാർ അനേകം ഉൽപ്പന്നങ്ങളുടെ ഇടപാടുകൾ നടത്തുന്നുണ്ട്. മൊത്തക്കച്ചവടക്കാർക്ക് ഉപഭോക്താക്കളുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. എന്നാൽ ചില്ലറ കച്ചവടക്കാർക്കാണ് ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധമുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഒരു മൊത്തക്കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്.